ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് അങ്കദാദികളുടെ സംശയത്തെക്കുറിച്ചാണ്. മർക്കട സഞ്ജയം ദേവിയെ യാരാനോ വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരെ, എത്ര ദിവസം കഴിഞ്ഞിരുന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കെട്ടാകയും, ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാം. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതു മറിനീലവാസരം പോയതും, മാസമതീതമായി വന്നിതു നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. സുഗ്രീവശാസന നിഷ്ഫലമായി വരാ, പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കുമതിന്നില്ലൊരന്തരം. എന്നിലവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി, രാമകാര്യത്തെ സാധിയാതെ ചെൽകിൽ മാമക ജീവനൻ രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നെ ഭാര്യയെ നിസ്രവം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ, പാപി ദുരന്താത്മാവിനെന്തൊരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ള വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടും ചൊല്ലിനാർ മിത്രഭാവത്തോട് സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതേനുണ്ടു ഞങ്ങളറിയുക നീ. ഇന്ന് നാം പോന്ന ഗുഹയിലകമ്പുക്കും നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യസമന്വിതമായൊരു ദിവ്യപുരമധു ദേവലോകോപമം, ആരാലുമില്ലൊരു നാളും ഭയം സഖ്യം താരേയ പോക നാം വൈകരുതേതമേ. അങ്കദൻ തന്നോടി വണ്ണം കവികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാ. ഇംഗിതജ്ഞനയ കോപിതൻ വാദജം അങ്കദനെ തഴുകി പറഞ്ഞിടിനാൻ, എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ വിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തൻ മാനസേ സദാം. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരി ധരിച്ചില ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയെ കളതി പ്രിയൻ നീ തവ സാമർത്ഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതോ മിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടോ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാസകെ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം ഞാനും തവാഹിതത്തിങ്കൽ പ്രസക്തൻ. അജ്ഞാനികൾ വാക്കു കേട്ടതും ഭ്രമിക്കലാം. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഘം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഗവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ.
അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നെടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവാദിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അമ്പുടു ചൊൽവൻ കേൾക്കനീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കിടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാദേവി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നത്. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയെ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിലാർത്ഥപരായണൻ ശ്രീകണ്ഠ ശ്രീവ്യഞ്ജനാഥനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ. ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭദ്രനിയോഗേന വാനരാവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ട് നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്യം വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടി വണ്ണം ഭവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപി പുത്രിയെ നോക്കി നോക്കി ധൃതം ദക്ഷിണാവാരിധി തീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുതാ. ദുസ്തരമേറ്റ മഹാദം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും സ്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിനി ചെയ്വതു സന്തതമാർഗനാം. ഗഹ്വരമ്പൊക്കെ പരിഭ്രമിച്ചത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതോ മാസവും തണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടിയില്ല. കുത്രചേ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലം നിഗ്രഹിച്ചിടും അവൻ നമ്മി നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയ നിത്യോപവാസേന മൃത്യുപവേപ്പതോ മുക്തിക്കു നല്ലോ നമുക്ക് പാർത്തോളം എന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ. അടുത്തതായി പാരായണം ചെയ്യുന്നത് സമ്പാദി വാക്യത്തെക്കുറിച്ചാണ്. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തര ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃദ്രപ്രവരനു പൃഥ്വീധര പ്രവരു തുങ്കരൂപനായി ദൃഷ്ടാപരക്കെ കിടക്കും കപികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃദ്രകുലാധിപൻ. പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാം. മുമ്പിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം മനോദിനം. ഹൃദ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായ ന്യൂന്യമാശു ചൊല്ലിടിനാം. അദ്രീന്ദ്രതുല്യനായൊരു ഗൃദ്രാധിപൻ സത്വരം കൊത്തി വിഴങ്ങുമെല്ലാവരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതന്മാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജെ. പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനര ഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരെന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തോ പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായി ഗേതമേ. ഊർബൻകോൻ
പൗത്രനു മൻപോടതു കേട്ടു സമ്പാദി തന്നെ മുമ്പിലമ്മാറു ചെന്നംബോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിന സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാൻ രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടം തപസിനായി പൊക്കിതു കാനനം താതാജ്ഞയാപുരാം കണ്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണി പുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൽ അക്ഷണാദാചരനോടു ജടായുവാം പക്ഷി പ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതി ചാന്തരണീതലെ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ അർക്കകുരോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികമാവണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാം വാനരാധീശ്വരനായ സുഗ്രീവനൻ ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കബീവരന്മാരെ ഓരോ ദിശയും ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ 30 നാളിനകത്തു ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കബീവരൻ പാതാളമുൾപ്പൊക്കെ വാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകെട്ടേ ബലാൽ ഏതാഞ്ഞുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ ആരെയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദമവനോട് ചൊല്ലിന് ഇഷ്ടനാം ഭ്രാതാവിനിക്കു ജടായു ഞാനൊട്ടു നാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദര വാർത്ത കേട്ടിരുന്നൻ എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യുവാനാശുനൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദതീരത്തു വെച്ചിടിനാനാദര തൽസലിലെ കുളി ചഞ്ചലീയം നൽകി വത്സലാം ഭ്രാതാവിനായി കൊണ്ടു സാധനം സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിന തുങ്കമായിടം ത്രികൂടാചലോപരി ലങ്കപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജലി ജന മധ്യേ വസിക്കുന്നു ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഹൃദയനാകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിനവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവും ഇല്ലമേ യത്നേന നിങ്ങൾ കടക്കേണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിതിഞ്ഞു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃത യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കുവൈദേവിഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം ഇന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാൾ സമ്പാദി തന്നെ പൂർവവൃത്താംഗങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിന ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങൾ മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതി ചാർത്തരായി വന്നു ദിനകര രശ്മിയ തക്ഷണീതിയും പിടിച്ച ഏതനുജനു പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയെ പക്ഷദയത്തോടു വീണാനനുജനം പക്ഷികൾക്കാശയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണ
നീടിനേൻ. അന്ധനായി 3 ദിനം കടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണാ ഇതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാനും വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളൊരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതു? ആരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കുന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചതു സന്നമായി വന്നു ചിറകം ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ യാവശനായി അരുളി ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനി ദേഹം നിമിത്തമീ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളൊരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളൊരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്ക നീ ചിച്ചായിയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളൊരയ പിണ്ടവത്സദാത്തേന ദേഹത്തിനു തദാത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനുമായ ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമിത്യാഹന്തക സങ്കല്പ സർവദാ ജീവന് കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടു മാശു കീഴ്പോട്ടു ഭ്രമിച്ചതിൽ താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധം ഉത്തമാംഗം കൊള്ള വീഴു മധുബുദ്ധി പുണ്യമുടങ്ങിയാലിന്തു തന്മണ്ഡലി ചെന്നു പതിച്ചു നിഹാരസമേതനായി ഭൂമ പതിച്ചു ശാലാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലം എന്നതിലൊന്നു തേജസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷിതവുമാം ഏകദിനി കലർന്നും കലലമാം ഏകീഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശീരുതീര പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 5 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധിക അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖഭക്തിയും ഗുഹ്യവും സന്ധിക്ക് നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ട് 6 മാസേ പുനഃ കിഞ്ചന പോലും വിഴയാതെ ദേഹിന കർണയോ ഛിദ്രം ഭവിക്കോ മതേ സ്ഫുടം പിന്നെ മേഡ്രാവസ്ഥനാഭിപായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പങ്കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപരാന്ത്രേണ മതാവിനാൽ സാപേക്ഷമായ ഭുക്താനരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹു മൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജാഡര വന്നി
പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണൈകസത്തനായി വിത്തമന്യായമാർജിച്ചിതന്യഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേക്കെൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവോ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനം ഭക്താഭവസ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശ സുതിവാദത്തിൻ ബലത്തിനാൽ ജീവനം ജാതനായോ നിരന്ത്രേണ പീഡാനിതം. പാല്യമാനോപി മാതാപിതാക്കന്മാര ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസകെ. നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബല. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖി. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികൾ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴുക നീ. ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനെ മുക്തമെന്നറിയം നേര മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്യാത്മന വാഴുക നീ സഖേ. മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകലാത്തേതായുകി വന്നു നാരായണൻ ഭുവി. ജാതനായിടും ദശരഥ പുത്രനായി നക്തം ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപ്പെട്ടിരിക്കുന്ന നേരത്തു വന്നു തൻ ആപത്തിനായി കൊണ്ടുപോം മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടം. ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാൽ കവികുലം ദക്ഷിണാവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർ കെത്തുമൊരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടുമതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നത് കാൺമിൻ ചിറകുകൾ പുത്തനായ എന്നെ വിചിത്രമേ നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃത മഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടുകിട്ടണമേ. നന്നായി അതിപ്രയത്നം ചെയ്യിലർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യ ആലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമോരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. അടുത്തതായി പാരായണം ചെയ്യാൻ പോകുന്നത് സമുദ്ര ലംഘന ചിന്തയെക്കുറിച്ചാണ്.
പിന്നെ കബീവരന്മാർ കൗതുകത്തോടും അന്യൂന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നുവാർ എങ്ങും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതീനെന്തവകാശം കവികളെ. സക്രതനായ തനുജനാമംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗപരമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോട് ഒരുത്തൻ പറയണം. ഞാനിതിന്നാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിലൊരുത്തരും. അംഗദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം അച്യുതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കെന്നൊരു കവി. 30 ചാടാമെനിക്കെന്ന പരനും അപ്പടി 40 മറ്റേവനും 50 60 70 80 ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായ ക്കും വിധം യൗവനകാലി പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടീനേൻ. വാർദ്ധകഗ്രസ്തനായേ നിദാനില്ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തേൻ ദശമാത്രയാം. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തം അജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ട് ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതേനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയിൽ നിന്നുമേ ഭൃത്തരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്കനല്ലോ വയം. താരയനൈവം പറഞ്ഞോരനന്തരം സരസ സംഭവൻ നന്ദനൻ ചൊല്ലിനാൻ. എന്തു ജഗപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടില്ല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്ന താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനോ പുത്രനായ അഞ്ജന പെറ്റവളായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭാച്യുതനായവനിയം അഞ്ജസാം ജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തുടുതുടി കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനൂടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്ന് കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ. നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയമതുമെന്തിനെന്നോർക്ക നീ.
ബലവീരവേഗങ്ങൾ വർണ്ണിപ്പതേനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലിടോ. ഇത്തം വിധീസുതൻ ചൊന്ന നേരം വായുപുത്രനു മുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാഥൻ ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടു മുടുക്കിനാൻ. ദേവിയെയും കൊണ്ടുപോരുവാൻ ഇപ്പോഴേ അല്ലായികയിലോ ദശകണ്ഠനെ ബന്ധിച്ചും മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിടുവൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയ മാരുതി വാക്കു കേട്ടൊരു വിധീസുതൻ ആരുടെ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് തീർത്തിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടം ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായക കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ടരികെ തവാര ശ്രീരാമകാര്യാർത്ഥമായല്ലു പോകുന്നു. ആശീർവചനവും ചെയ്തു കവികുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഇതോടുകൂടി അധ്യാത്മരാമായണത്തിലെ ഉമാമഹേശ്വര സംവാദത്തിലുള്ള കിഷ്കിന്ധാകാന്ഡ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം.